മുസ്ലിം ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യം ന്യായമെന്ന കെ മുരളീധരന്റെ പ്രസ്താവന തള്ളി. ഇതിനിടെ UDF കൺവീനർ എം ഹസൻ രംഗത്തെത്തി. ചർച്ച നടക്കുന്ന വിഷയത്തിൽ അഭിപ്രായം പറയാൻ കഴിയില്ല എന്ന് എം ഹസൻ പ്രതികരിച്ചു. UDFന്റെ സീറ്റ് വിഭജന ചർച്ചകൾ, ഉഭയകക്ഷി ചർച്ചകൾ ഉടൻ തന്നെ പൂർത്തിയാക്കും. മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഞങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. അത് ഉടൻ തന്നെ വീണ്ടും നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസം അന്ന് കൂടാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്നാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന ഈ സമരാഗ്നി യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ UDFന്റെ മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച പൂർത്തിയാക്കി UDF യോഗം ഉടൻ തന്നെ വിളിക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ AV ജയശങ്കർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഈ ലീഗ് 3-ാം സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ ആ നിലയ്ക്ക് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊരു അനുകൂല സമീപനം ഉണ്ടാകുമോ എന്നതറിയില്ല. അത് ചർച്ച ചെയ്തൊരു വിഷയം തന്നെയാണ്. എപ്പോൾ ഉണ്ടാകും UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം? ജയശങ്കർ. ഉന്മേഷ്, LDF ഉൾപ്പെടെ ഏകദേശം സ്ഥാനാർത്ഥി പട്ടിക തീരുമാനിച്ച പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോഴും UDFന് സീറ്റ് വിഭജന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സമരാഗ്നിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നേതാക്കൾ നിൽക്കുന്നതിനാൽ ഏകോപന സമിതി കൂടി അന്തിമ സീറ്റ് ധാരണയാകാൻ വൈകുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന വിശദീകരണം. പക്ഷേ അപ്പോഴും ലീഗുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിയാത്തതാണ് കോൺഗ്രസിനെ ഇല്ലെങ്കിൽ UDFനെ പ്രതിസന്ധിയിലാക്കുന്ന ഘടകം. ലീഗുമായി ഇതുവരെ ഒരു തീരുമാനത്തിലെത്താൻ, ധാരണയിലെത്താൻ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. കാരണം ലീഗ് ഒരു 3-ാം സീറ്റ് എന്ന ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്നാണ് ലീഗ് നേതൃത്വം ഏറ്റവും ഒടുവിൽ കോൺഗ്രസിനെ അറിയിച്ചിരിക്കുന്നത്. ഇത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. സമരാഗ്നിയുടെ തിരക്കുകൾക്കിടയിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ലീഗ് നേതാക്കളുമായി പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഉൾപ്പെടെ നടത്തുന്നുണ്ട്. പക്ഷേ അവരുമായി ഒരു സമവായത്തിലെത്താൻ ഇതുവരെ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതിസന്ധി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികളും പ്രശ്നമുടൻ പരിഹരിച്ച പ്രചരണ പരിപാടികളിലേക്ക് കടക്കണമെന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇവർക്ക് ചെറിയ അതൃപ്തി ഈ വിഷയത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ആലപ്പുഴയിലും കണ്ണൂരിലും മാത്രമാണ് നിലവിൽ ഒരു ആശയക്കുഴപ്പമുള്ളത്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും സിറ്റിംഗ് MPമാർ തന്നെ മത്സരിക്കട്ടെ എന്നൊരു ധാരണ നേരത്തെ തന്നെ കോൺഗ്രസിലായിരുന്നു. പക്ഷേ ലീഗിന്റെ 3-ാം സീറ്റ് കൂടി വരുമ്പോൾ ഒരു അന്തിമ തീരുമാനം, ഒരു അന്തിമ പ്രചരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ കൂടി ഒരു സമവായം വേണമെന്ന് തന്നെയാണ് കോൺഗ്രസിനുള്ളിലെ നിലവിലെ ഒരു തീരുമാനം. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ നേരത്തെ ലീഗിനെ അറിയിച്ചത് 3-ാം സീറ്റ് ഉണ്ടാകില്ല, രാജ്യസഭയിൽ ഉൾപ്പെടെ പരിഗണിക്കാമെന്ന നിർദ്ദേശമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ലീഗ് തൃപ്തരല്ല. അതുകൊണ്ട് തന്നെ ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി കോൺഗ്രസ് ഏകോപന സമിതി ചേർന്നുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് UDF കൺവീനർ ഇന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDFൽ പുരോഗമിക്കുകയാണ്. ഉന്മേഷ്. ശരി, സമരാഗ്നി യാത്രയ്ക്ക് ശേഷം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകും.